ഭക്തിയുടെ നിറവില്ലാറ്റുകാൽ ക്ഷേത്രം വിവിധ ദേശങ്ങളിൽ നിന്നും തലസ്ഥാനത്തേക്ക് ഭക്തരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമ്പാനൂരിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓരോ വർഷം കഴിയും തോറും പൊങ്കാലയ്ക്ക് എത്തുന്നവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവർക്കൊക്കെയും അതിവിപുലമായ യാത്രാ സൗകര്യങ്ങൾ തന്നെയാണ് KSRTCയും റെയിൽവേയും ഏർപ്പെടുത്തിയിരിക്കുന്നതല്ലേ. അതായത് അനന്തപുരി യാഗശാലയാകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും ഒരു ജനസാഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനും അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനും സമീപത്തായിട്ടാണ്. ഈ രണ്ട് ഭാഗങ്ങളിൽ ട്രെയിൻ മാർഗവും അതോടൊപ്പം തന്നെ ബസ് മാർഗവുമായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തമ്പാനൂരിൻ്റെ മണ്ണ് ആ ഭാഗം മുഴുവനും വലിയ ജനനിബിഡമായി മാറുന്നു, ജനത്തിരക്കായി മാറുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ അമ്മമാർ ഇവിടേക്ക് ഈ പൊങ്കാല നേദ്യം അർപ്പിക്കുന്നതിനായിട്ടുള്ള തിരക്കുകളും അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ അവരവരുടെ ഇരിപ്പിടങ്ങൾ സ്ഥാനങ്ങൾ പിടിച്ചുകൊണ്ട് ഈ വീഥികളുടെ പല ഭാഗങ്ങളിലായി നിൽക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. പൊങ്കാല അർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ അടുപ്പുകളെല്ലാം നേരത്തെ തന്നെ പിടിച്ചു കഴിയും. നമുക്കറിയാം, ഒരാഴ്ച മുമ്പ് തന്നെ പലരും ഈ മണ്ണിലേക്കെത്തും, അനന്തപുരിയിലേക്കെത്തും. അങ്ങനെ ഇവിടെ എത്തിക്കൊണ്ടു നിന്ന് ഇതിലേക്ക് അടുപ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ഇരിപ്പിടങ്ങളും അടക്കം ഉറപ്പിക്കും. അങ്ങനെ ആ ഇരിപ്പിടങ്ങളടക്കം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ വീഥിയുടെ ഈ ഫുട്പാത്ത് മുഴുവനും ഇപ്പോൾ ഭക്തരാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളൊപ്പം ചേച്ചി എവിടുന്നാണ് ചേച്ചി വരുന്നത്? നേരത്തെ തന്നെ എത്തി ഇവിടെ? ഞങ്ങൾ രാവിലെ 5:30 എത്തി. ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ആയിരിക്കും. എങ്ങനെ, ആദ്യമായിട്ടാണോ പൊങ്കാല അർപ്പിക്കാൻ വരുന്നത്? അല്ല, നാലാമത്തെ പ്രാവശ്യം. ഈ രാത്രി മുഴുവൻ മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് ഇവിടെ തന്നെ അമ്മയ്ക്ക് നേദ്യം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. എല്ലാ വർഷവും വരാറില്ലേ? ഇപ്പൊ 2-3 വർഷം കൊണ്ട് വരാതിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നയാ. എന്താ ആഗ്രഹങ്ങൾ എന്തെങ്കിലും? അങ്ങനൊന്നും ഇല്ല, വരണമെന്ന് ആഗ്രഹിച്ചു വന്നു. അതുതന്നെയാണ്, പലരും ഇവിടേക്ക് എത്തുന്നു, ഈ മണ്ണിലേക്ക് എത്തുന്നു. അതോടൊപ്പം ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം അവർ അവരുടെ ഇരിപ്പിടങ്ങളും ബാഗും എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ജനത്തിരക്ക്. പലരും ആ സാധനങ്ങളുമായി ട്രെയിൻ മാർഗവും അതോടെ ഒപ്പം തന്നെ ബസ് മാർഗവും എല്ലാം എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. എല്ലാവരും അവരവരുടെ ഒരു ഇരിപ്പിടങ്ങൾ ഒപ്പിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അങ്ങനെയാണ്. കാരണം നാളെ ഇന്നൊരു രാത്രി പുലർന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതോടുകൂടി തന്നെ ഈ പൊങ്കാല നേദ്യം അർപ്പിക്കുന്നതിൻ്റെ തിരക്കുകളിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. നമ്മളോടൊപ്പം ചേച്ചി എവിടുന്നാണ് ചേച്ചി വരുന്നത്? കൊല്ലം ശാസ്താംകോട്ട. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. എന്ത് പൊങ്കാലയാണ്? പായസ പൊങ്കാലയാണോ അതോ? പായസ പൊങ്കാല ഉണ്ട്, പുറ്റുണ്ടാക്കും, കിഡ്നി ഉണ്ടാക്കും, തെരളി ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. അടുപ്പുകളൊക്കെ സജ്ജീകരിച്ചു? എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഒരുക്കിയില്ലല്ലേ? എല്ലാം ഒരുക്കിയിട്ടുണ്ട്.